ഗ്ലോബൽ സ്കോളർ സ്റ്റുഡൻസ് വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം. രണ്ട് ദിവസത്തെ ഈ വർക്ക്ഷോപ്പിൽ സ്കൂളിൽ പഠിക്കാത്തതും നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായതും പഠിച്ച് വലിയ നിലയിലെത്താനുമായിട്ടുള്ള 12 വിഷയങ്ങളാണ് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഗോൾ സെറ്റിംഗ് ആണ്. നമ്മുടെ കുട്ടികൾ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്നത് പോലെയാണ്. മുംബൈയിലേക്ക് പോകണോ, ബാംഗ്ലൂർക്ക് പോകണോ, ചെന്നൈക്ക് പോകണോ, അതോ ഗോവയ്ക്ക് പോകണോ എന്നുള്ള സംശയത്തിലാണ് അവർ. അവരുടെ പാഷനും ടാലന്റും വാല്യൂസും ചേർന്ന് ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ചിന്ത, ഒരേ ഒരു ആഗ്രഹമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ലോകത്തിൽ 3% ആൾക്കാർക്ക് മാത്രമേ സ്വന്തമായ ഒരു ഗോൾ ഉള്ളൂ. അതിൽ 1% ആൾക്കാർക്ക് മാത്രമേ സ്ഥിരമായ ഗോൾ ഉള്ളൂ. അങ്ങനെ ഗോൾ ക്ലിയർ ആയിട്ട് മനസ്സിലും ബുക്കിലും സൃഷ്ടിച്ചതിന് ശേഷം ഒരു കെട്ടിടത്തിന്റെ പ്ലാൻ പോലെ അല്ലെങ്കിൽ രൂപരേഖ പോലെ ഒരു പേപ്പറിലേക്ക് അത് പകർത്തി വെച്ചു കഴിഞ്ഞാൽ, അതിലേക്ക് തന്നെ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് ആ കുട്ടി ആ ഗോളിലേക്ക് എത്തിച്ചേരും. നേരത്തെ പറഞ്ഞതുപോലെ 1% ആൾക്കാർക്ക് മാത്രമേ സ്ഥിരമായുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള ഗോളുകൾ ഉള്ളൂ. അതുകൊണ്ട് ഗോൾ സെറ്റിംഗ് അതിപ്രധാനമാണ്. അതുപോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, നമുക്ക് 9 ഇന്റലിജൻസ് ആണ് ഉള്ളതെന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനം തെളിയിച്ചിരിക്കുന്നു. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ളവർ ഭാഷ പഠിക്കാൻ മിടുക്കരായിരിക്കും. അവർക്ക് അതുമായി ബന്ധപ്പെട്ട ജോലികൾ വളരെ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, പുസ്തകം എഴുത്, പത്രപ്രവർത്തനം എന്നിവയാണ്. നേരെ മറിച്ച് വിഷ്വൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആൾക്കാർ ആർക്കിടെക്റ്റ് ആകാനും സിനിമ പിടിക്കാനും പ്രാപ്തരായിരിക്കും. അവർക്കെല്ലാം വിഷ്വൽ രൂപത്തിൽ കാണാനും ചെയ്യാനും സാധിക്കും. നേരെ മറിച്ച് ലോജിക്കൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് മാത്രമേ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അതിപ്രശസ്തരാകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇന്റലിജൻസും പാഷനും വാല്യൂവും ചേർന്ന് വേണം ഗോൾ സെറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഈ 9 ഇന്റലിജൻസിൽ ഏത് വിഭാഗത്തിൽ പെട്ടതാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മെമ്മറി പവർ. പല കുട്ടികളും മെമ്മറി പ്രശ്നത്തിൽ അകപ്പെട്ടു പോകാറുണ്ട്. അവർ പറയുന്നത് അവർക്ക് മെമ്മറി പ്രശ്നമാകുന്നുണ്ട് എന്നാണ്. ഗുഡ് മെമ്മറി അല്ലെങ്കിൽ ബാഡ് മെമ്മറി എന്നൊരു മെമ്മറി ഇല്ല. ഇറ്റ് ഈസ് ഓൾ ട്രെയിൻഡ് മെമ്മറി. വേണ്ട വിധത്തിൽ ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ സ്റ്റോർ ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഓർമ്മിച്ചെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെയാണ് സ്മാർട്ട് സ്റ്റഡി മെത്തേഡ്സ്. നമ്മൾ ദിവസവും 6 മണിക്കൂർ, അത് 1 മാസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ സ്മാർട്ട് സ്റ്റഡി മെത്തേഡ്സ് യൂസ് ചെയ്ത് 3-4 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓർത്തെടുക്കാനും കഴിയും. ആക്സിലേറ്റഡ് ലേണിംഗ്, സ്പീഡ് റീഡിംഗ്, ഫോട്ടോ റീഡിംഗ് എന്നീ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് വിഷയങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. എക്സാം ടെക്നിക്സ്. നമ്മൾ എത്ര പഠിച്ചു എന്നല്ല കാര്യം, അത് നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നാണ് എക്സാം ടെക്നിക്സ് വഴി നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഗ്രേഡ് കിട്ടുന്നത് എത്ര നമ്മൾ പഠിച്ചു എന്നല്ല, അവതരണ രീതിയാണ്. സോ റൈറ്റിംഗ് എക്സാം ഈസ് ആൻ ആർട്ട്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പഠിക്കുന്ന പോലെയോ അതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും എക്സാമിന്റെ സമയത്ത് സ്ട്രെസ് വരികയില്ല, എക്സാമിനോട് ഭയം വരില്ല. ഈ രീതിയിൽ പഠിക്കുന്നത് കൊണ്ട് മാത്രം തന്നെ 5%, 10% ഓരോ വിഷയത്തിലും കൂടുതൽ മാർക്കുകൾ വാങ്ങിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ബ്രെയിൻ പവർ ബൂസ്റ്റ് ചെയ്യാവുന്ന ടെക്നിക്സും അതിന്റെ രീതികളും അതും ഈ വർക്ക്ഷോപ്പിൽ കവർ ചെയ്യുന്നുണ്ട്. 2 ദിവസത്തെ ഈ പരിശീലന പരിപാടിയിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സക്സസ് ക്വാളിറ്റീസും സക്സസ് സീക്രറ്റ്സും കവർ ചെയ്യുന്നു. ഡോക്ടർ കലാമിനെ പോലെയോ ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെയും അല്ലെങ്കിൽ തോമസ് ആൽവ എഡിസനെ പോലെ പ്രഗത്ഭരായ ആൾക്കാരാകാനായിട്ട്, അല്ലെങ്കിൽ അവര് വിജയിച്ച ഏത് രഹസ്യമാണ്, ഏത് സീക്രറ്റ്സ് ആണ് അവരെ ഇത്രയും വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് നമ്മൾ പഠിച്ച് ആ സീക്രറ്റ്സ് നമ്മുടെ ജീവിതത്തിലും കൂടെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്കും സക്സസ് ആകാൻ കഴിയും. ആ രീതികൾ പഠിക്കുമ്പോൾ നമുക്കും ജീവിതത്തിൽ അവരെ പോലെ തന്നെ ഉന്നതിയിലെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് ബെറ്റർ പേഴ്സണാലിറ്റി എന്ന മൊഡ്യൂളാണ്. എക്സാമിൽ ജയിച്ചാൽ മാത്രം പോരാ, നമുക്ക് നല്ലൊരു വ്യക്തിത്വം കൂടി വേണം. ആകർഷകമായ വ്യക്തിത്വം നമുക്ക് എങ്ങനെ നേടാം? അതിനൊപ്പം തന്നെ
സംസാരിക്കാനുള്ള കഴിവുകൾ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം, ഇതെല്ലാം ബെറ്റർ പേഴ്സണാലിറ്റിക്കകത്ത് ഉൾപ്പെടുന്നതാണ്. മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും ഈ ദേശത്തിനും അഭിമാനമായി നമുക്ക് എങ്ങനെ ഒരു നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാം എന്ന് ഈ പരിശീലന പരിപാടിയിൽ കുട്ടികൾ പഠിക്കും. ഇതിനെല്ലാം ഉപരി ഒരു സ്റ്റുഡന്റ് എന്ന നിലയിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ജീവിതത്തിലും ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനമാണ്. എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ടൈം എങ്ങനെ മാനേജ് ചെയ്യാം എന്നറിയില്ലെങ്കിൽ ഈ പഠിച്ചതെല്ലാം വെറുതെയാകും. കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ എന്തൊക്കെ പഠനം കിട്ടിയാലും എന്തൊക്കെ വ്യക്തിത്വം ഉണ്ടെങ്കിലും ടൈം മാനേജ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ പകുതി കൂടുതൽ ജീവിതം സക്സസ് ആയി കഴിഞ്ഞു. ജപ്പാനിൽ സർവ്വ വിജയത്തിനും സഹായിക്കുന്ന കൈസൺ മെത്തേഡ് നമ്മുടെ ലൈഫിലും നമ്മുടെ പഠനത്തിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ മാറ്റാം. അതുപോലെ പ്രധാനമാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് മാർക്കറ്റിലെ സ്ഥിതിഗതികൾ. നമ്മുടെ ഇവിടുത്തെ എംപ്ലോയ്മെന്റ് മാർക്കറ്റ് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് പോലെയാണ് പറയപ്പെടുന്നത്. കാരണം ഇതിനകത്ത് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് അറിയാവുന്നത് ഡോക്ടർ ആകുക, എഞ്ചിനീയർ ആകുക, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ലോയർ, ഗവൺമെന്റ് സർവൻസ് അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ. ഇതിനപ്പുറം വേറെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. നേരെ മറിച്ച് നമ്മളൊരു ഇന്റർനാഷണൽ സൂപ്പർ മാർക്കറ്റ്, ഒരു വാൾമാർട്ട് പോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുവാണെങ്കിൽ 10 മുതൽ 30,000 വരെ ഉള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് ആണ് അവിടെ കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞതുപോലെ ജോബ് മാർക്കറ്റിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു തൊഴിൽ രംഗത്ത് ഒരു കുട്ടി കടന്നു ചെല്ലുകയാണെങ്കിൽ അവന്റെ വ്യക്തിത്വം, അവന്റെ പാഷൻ, അവന്റെ ടാലന്റ്, അവന് ഇഷ്ടമുള്ളത് അനുസരിച്ച് ഏത് തൊഴിൽ വേണമെങ്കിലും അവന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ സെലക്ട് ചെയ്യുന്ന തൊഴിലിൽ അവന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അവൻ അതിനകത്ത് ടോപ്പ് ആകാനും സാധ്യമാണ്. ഈ മേളിൽ പറഞ്ഞ തൊഴിലുകൾ തിരഞ്ഞെടുക്കാനും അതിലും ടോപ്പായിട്ട് പെർഫോം ചെയ്യാനും സഹായിക്കുന്ന, എങ്ങനെ എത്താം എന്ന് സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഗ്ലോബൽ സ്കോളർ പ്രോഗ്രാം. നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന രൂപദൃശ്യങ്ങളിൽ കൂടിയാണ്. കുട്ടികൾ അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും ഒരു വിഷൻ ബോർഡിലേക്ക് സമാഹരിക്കുകയാണെങ്കിൽ അവരുടെ ആ ലക്ഷ്യം അവർക്ക് എന്നും കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റും. അതുവഴി ആ കുട്ടിക്ക് മനസ്സിലും പുറത്തും ഒരു പാറക്കല്ലിൽ കൊത്തിവെച്ചതുപോലെ അവന്റെ ആ ലക്ഷ്യം ദൃഢമായിരിക്കും. ആ ദൃഢമായിട്ടുള്ള ലക്ഷ്യം അവനെ അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർക്കും എന്നുള്ളതിൽ സംശയമില്ല. എല്ലാ കുട്ടികളും അവരുടേതായ ഒരു ഫ്രെയിമിലാണ് ജീവിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരു ഫ്രെയിമുണ്ട്. അത് അവര് ജനിച്ചു വളർന്ന സ്ഥലമാകാം, അല്ലെങ്കിൽ അവര് കണ്ടു വളർന്നതാകാം, അല്ലെങ്കിൽ അവര് മാതാപിതാക്കളിൽ നിന്നും കണ്ടതായിരിക്കാം. അങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിമിനകത്താണ് കുട്ടികൾ നിൽക്കുന്നത്. ആ ഫോട്ടോ ഫ്രെയിമിന് ഉള്ളിൽ നിന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ ഫ്രെയിമിൽ നിന്നാണ് അവരവരുടെ ഭാവിയെ കാണുന്നത്. എന്നാൽ ലോക അവസരങ്ങളും സാധ്യതകളും ഒരു ഫ്രെയിമിലേക്ക് വിപുലമാക്കപ്പെടുന്നതോടെ ആ കുട്ടിയുടെ മനോഭാവം വികസിക്കുകയും ആ കുട്ടി സക്സസിലേക്ക് എത്തുകയും ചെയ്യും. മൾട്ടി സെൻസറി ആക്സിലറേറ്റഡ് ലേണിംഗ് ടെക്നിക്സ് യൂസ് ചെയ്ത് ഉള്ള വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് 2 മാസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ 2 ദിവസം കൊണ്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അതും എല്ലാ ഫണ്ണോടുകൂടിയും. കുട്ടികൾ അത് ആസ്വദിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അവർ പെട്ടെന്ന് അത് അവരുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട്. ദിസ് ട്രെയിനിങ് പ്രോഗ്രാം ഇസ് ജസ്റ്റ് എ ഫൺ. ഇറ്റ് ഇസ് ഫുൾ ഓഫ് ഫൺ. ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ പ്രോഗ്രാം നടത്തിയപ്പോൾ കുട്ടികൾ അവരുടെ പേരൻസിനോട് ഭയങ്കരമായിട്ട് വഴക്കിട്ടതായിട്ട് അറിയുന്നുണ്ട്. കാരണം അവരുടെ ഒരു ഹോളിഡേ ആണ് നഷ്ടപ്പെടുത്തുന്നത്, അവരുടെ 2 ദിവസം ഹോളിഡേ ആണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് പേരൻസിനോട് വഴക്കൂടും. പക്ഷേ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവരവരുടെ പേരൻസിനോട് വളരെയേറെ നന്ദി പറഞ്ഞുകൊണ്ടാണ് പിരിയുന്നത്. അവരുടെ ഫീഡ്ബാക്കുകളും അഭിപ്രായങ്ങളും യൂട്യൂബില് ഗ്ലോബൽ സ്കോളർ പ്രോഗ്രാം അതിനകത്ത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്.